ശരിക്കും ഈ ത്രിതല പഞ്ചായത്തുകളിൽ ഈ ലോക്കൽ ബോഡികളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അപ്രസക്തമാണെന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 5 വർഷം കരീം സാഹിബ് മംഗൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അത് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു. താങ്കൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ശരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒരു ഘടകം? ജനങ്ങളുമായുള്ള സമ്പർക്കവും ഇച്ഛാശക്തിയും. ഏതൊരു ഭരണകൂടത്തിനും വേണ്ടത് ഇച്ഛാശക്തിയാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ടാണ് മങ്കട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ CHCയിൽ 24/7 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി സംസ്ഥാനത്ത് മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഏറ്റെടുക്കാൻ മടിച്ച പരിപാടികളാണ്. അല്ല, അത് ഇതുപോലെ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിലും ഇതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ? ഇതില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമുള്ളൂ, സർക്കാർ അനുമതി മാത്രമുള്ളൂ. ഈ തുക ഇവർക്ക് ആവശ്യമായ ശമ്പളമൊക്കെ നൽകുന്നത് മങ്കട ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും HMC ഒക്കെയാണ്. അപ്പോൾ സർക്കാരിന് യാതൊരു ബാധ്യതയില്ല. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനമാണ്. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രത്യേകത. അല്ല, അതുപോലെ വേറെ കാര്യം ഞാൻ ഭയങ്കര രസമായിട്ട് തോന്നിയതാണ്. അതായത് നിങ്ങൾ നക്ഷത്രങ്ങളെ കാണാൻ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കുന്ന വാന നിരീക്ഷണ കേന്ദ്രം ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. ഇതൊക്കെ ശരിക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്തിനും ചെയ്യാൻ കഴിയുന്നതാണോ? എല്ലാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതിന് തെളിവാണ് ഈ വാന നിരീക്ഷണ കേന്ദ്രം. നമ്മളെ കുട്ടികൾക്ക് ധാരാളം കഴിവുകളുണ്ട്. ആ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അതിന് ആവശ്യമായ സഹായം സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റവും അധികം ബ്രിട്ടീഷുകാരൊക്കെ സൈന്യത്തെ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന കുട്ടലങ്ങാടി പഞ്ചായത്തിലെ GMUP സ്കൂളിൽ നമ്മൾ വാന നിരീക്ഷണം, നക്ഷത്ര കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ കുട്ടികൾക്ക് കാണാനും പഠിക്കാനും ഒക്കെ സഹായകരമായ രീതിയിൽ സംവിധാനിക്കാൻ കഴിഞ്ഞത് വളരെ നേട്ടം. എപ്പോഴും ശരിക്കും നമ്മൾ വേറൊരു കാര്യം കൂടെ, നമ്മൾ ആളുകൾ പ്രയാസപ്പെടുന്ന ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ദീർഘവീക്ഷണത്തോടു കൂടി എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടോ? ബ്ലോക്ക് പഞ്ചായത്ത് തനിച്ചല്ല, ഇത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മറ്റുള്ളവരുമായി സഹകരിച്ച്, അപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതി വഴി കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റ് മങ്കട ബ്ലോക്കിൽ വന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീം, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിനേക്ക് ആവശ്യമായ സ്ഥലം ഒരുക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട MLA നിർദ്ദേശപ്രകാരം ഞങ്ങൾ 2 ഏക്കർ സ്ഥലം 80 ലക്ഷം രൂപയ്ക്ക് മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിൽ ആ പദ്ധതി പ്രദേശത്തിൻ്റെ ചുറ്റുപാടിൽ ആ സറൗണ്ടിങ്സിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ആ വെള്ളം ശുദ്ധീകരിച്ച് നമ്മൾ ഇപ്പോൾ പാതി വഴിയിൽ വെച്ച് അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ഇനി ഭാവിയിൽ അത് പൂർത്തീകരിക്കേണ്ട സമയത്ത് നമ്മൾ ബ്ലോക്കിൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും ശുദ്ധജലം എത്താൻ സഹായകരമായ രീതിയിലാണ് ചെയ്തത്. അത് എപ്പോഴും ഞങ്ങളെ സ്മരിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അല്ല, അതുപോലെ വേറെ കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കുറേ അധികം മെമ്പർമാർ പുതിയ ആളുകളാണ്. കരീം സാഹിബ് ആണെങ്കിലോ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, പ്രസിഡന്റ് ആയിട്ടുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റും ആയിട്ടുണ്ട്. കുറേ അധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന മെമ്പർമാർക്ക് ചെറിയൊരു ഉപദേശം അല്ലെങ്കിൽ